നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംഘപരിവാർ താലിബാനിസം എന്ന പേരിൽ സിനിമ വേട്ടയാടപ്പെടുന്നു. സിനിമാ വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നത് തന്നെ സംഘപരിവാർ താലിബാനിസം എന്ന തരത്തിൽ ഫേക്ക് ടൈഡിങ്സ്. ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ നഷ്ടമാകുന്നത് സിനിമ എന്ന ഗ്ലോബൽ വ്യൂ ആണ്. ഇപ്പോൾ ഏറെ ഹിറ്റായ മല്ലിക ഗന്ധ എന്ന ഗാനത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുന്നുണ്ട്. സിനിമ പിന്തുടരുന്ന കൾച്ചറൽ ട്രേറ്റ്സിനെ ഒരു ക്രോണിക് പോയിസണായി മാറ്റാനാണ് സംഘപരിവാർ താലിബാനിസം എന്ന ഹെഡ്ലൈനിൽ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നത്. അത്തരത്തിൽ ജാനകി എന്ന ചിത്രത്തിനെ സെൻസറിംഗ് വരെ മുടക്കാൻ ഈ ടെറിഫിക് വേർഡ് പവറിനായി. ജാനകി എന്ന പേരിൽ സെൻസറിംഗ് ബോർഡ് പ്രദർശനാനുമതി നിഷേധിക്കുമ്പോൾ സിനിമാ നിർമ്മാതാക്കൾ കോടതിയെ വരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഇത് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി ഹൈക്കോടതി വിമർശനം ഉയർന്നെങ്കിലും ജാനകി വേഴ്സസ് കേരള എന്ന പേരിൽ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി അഭിനയിച്ച ചിത്രമെന്ന നിലയിൽ സിനിമയുടെ പ്രമേയത്തെ വരെ അത് ബാധിച്ചു. 2014 ശേഷം ഇന്ത്യ താലിബാനിസ്റ്റ് സംഘപരിവാർ താലിബാനിസ്റ്റ് രാജ്യമായി മാറിയെന്നാണ് വിദേശ മാധ്യമങ്ങൾ വരെ വന്ന റിപ്പോർട്ടുകൾ. സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കാൻ കഴിവുള്ള സിനിമ എന്ന മാധ്യമത്തെ ചൊൽപ്പടിക്ക് നിർത്താനും അടക്കി ഭരിക്കാനും തങ്ങളുടെ അജണ്ട അടിച്ചേൽപ്പിക്കാനും സംഘപരിവാർ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി എന്നും അവർ എഴുതി. BJP അധികാര കേന്ദ്രം പിടിച്ചെടുത്ത ശേഷം 10 വർഷത്തിനുള്ളിൽ കെട്ടുകണക്കിന് സംഘപരിവാർ ചിത്രങ്ങളാണ് റിലീസ് ചെയ്തത്. കാശ്മീർ ഫയൽ, കേരള സ്റ്റോറി, സബർമതി റിപ്പോർട്ട്, സ്വതന്ത്ര വീർ സവർക്കർ എന്നിവ അതിൽ ചിലത് മാത്രം. ഇത്തരം സിനിമകളുടെ പ്രചാരണത്തിന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിമാരും അടക്കമുള്ളവരാണ് എത്തിയത്. ഇത്തരത്തിലായിരുന്നു മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തകൾ. മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രമായ എമ്പുരാൻ 2 വരെ സംഘപരിവാർ താലിബാനിസം നിറഞ്ഞു നിന്നു. ചിത്രം റിലീസിന് ശേഷം സംഘപരിവാർ ആക്രമണത്തിലൂടെ പാളിപ്പോയി എന്നും വാർത്തകൾ വന്നു. മോശം പ്രമേയം എന്ന സത്യം വളച്ചൊടിച്ച് കേരള സംഘി IT സെല്ലുകളുടെ സൈബർ ആക്രമണത്തോടെ കോടികളുടെ നഷ്ടമാണ് നിർമ്മാതാവിന് കൈവന്നതെന്നും മാധ്യമങ്ങൾ എഴുതി. ആടുജീവിതം എന്ന ചിത്രത്തിന്റെ റിലീസിന് ശേഷവും ഇത്തരം സംഘപരിവാർ സൈബർ സെൽ ആക്രമണം നടന്നതായും മാധ്യമ സിൻഡിക്കേറ്റുകൾ വിലയിരുത്തി. ഇതോടെ ഇസ്ലാം പ്രീണിത ചിത്രം എന്നീ തരത്തിലായിരുന്നു പിന്നീട് അവർ പരിവേഷം നൽകിയത്. ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച സന്തോഷ് എന്ന ചിത്രത്തിന് 2025 ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചു. മലയാള സിനിമ വ്യവസായത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് സംഘപരിവാർ താലിബാനിസ്റ്റുകൾ തന്നെയെന്ന് അവർ ചുരുക്കത്തിൽ പറഞ്ഞു വെച്ചു. ഇവരിൽ നിർമ്മാതാക്കൾ തുടങ്ങി സംവിധായകർ വരെ ഉൾപ്പെടുന്നുവെന്നും വരുത്തിച്ചു. ഒരു സിനിമ നിർമ്മിക്കുന്നതിന് കോടികളുടെ ചിലവുണ്ട്. പലപ്പോഴും പലിശയ്ക്ക് കടം വാങ്ങിയാണ് നിർമ്മാതാക്കൾ സിനിമ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ റിലീസ് ഒരു ദിവസം മുടങ്ങിയാൽ കോടികളുടെ നഷ്ടം നിർമ്മാതാവിന് ഉണ്ടാകുന്നു. കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി അധികാരത്തിലെത്തിയ ശേഷമാണ് സംഘപരിവാർ താലിബാനിസം മലയാള സിനിമ വ്യവസായത്തിൽ കൂടുതൽ പിടിമുറുക്കിയെന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന വാർത്തകൾ. ജാതി വ്യവസ്ഥയും ഇസ്ലാമോഫോബിയയും ഒരു വർഗീയതയുമുള്ള ചിത്രങ്ങൾ കേരളത്തിൽ റിലീസ് ചെയ്യേണ്ട അഥവാ റിലീസിന് ഒരുങ്ങിയാൽ അതിനെതിരെ നിലകൊള്ളണം എന്ന താല്പര്യത്തിൽ കേരള സംഘപരിവാർ താലിബാനിസ്റ്റുകൾ എത്തിച്ചേർന്നു. അത് ഈ BJP സിനിമാ മന്ത്രിയുടെ കടന്നുവരവോടെയാണ് എന്നായിരുന്നു അവരുടെ നിരീക്ഷണം. മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങൾക്ക് വരെ സംഘപരിവാർ താലിബാനിസ്റ്റുകളുടെ നിയന്ത്രണം ഇന്ന് കേരളത്തിലുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുത്തുന്നതെങ്കിലും സത്യമതല്ല. MP പത്മകുമാറിന്റെ ടോക്കൺ നമ്പർ, പൃഥ്വിരാജ് ചിത്രം കടുവ എന്നിവയും പിന്നീട് വിമർശനത്തിനിരയായി. കടുവ എന്ന ചിത്രത്തിലെ ക്രിസ്ത്യൻ പശ്ചാത്തലവും അതിലെ മതപ്രീണനവുമാണ് ചിത്രത്തിലെ സംഘപരിവാർ താലിബാനിസ്റ്റുകളുടെ എതിർപ്പിന് വഴിവെച്ചതെന്നും ചമച്ചു. ചുരുക്കത്തിൽ സംഘപരിവാർ താലിബാനിസ്റ്റുകളുടെ മതരാജ്യമായി സിനിമ മേഖല മാറി എന്ന് പറയുന്നത് സിനിമ എന്ന ഗ്രാമറിനെ മൊത്തത്തിൽ ബാധിക്കുന്നു.